You'll never know, dear, how much I love you. Please don't take my sunshine away. Poetry is a special way of expressing things, our imaginations, emotions, thoughts, dreams, and everything. Welcome students, welcome to the part 2 of module 1, Introducing Literature. We are dealing with the poetic session. In the last class, we had seen how different comparisons are made. Compare ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബ്രെയിനിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. We learn many things using comparisons. അല്ലേ, നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നതും പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കുന്നതും ഒക്കെ കമ്പാരിസൺസിലൂടെയാണ്. ബിക്കോസ് ഇറ്റ്സ് ദ ഈസിയസ്റ്റ് ടാസ്ക് our brain could do. അപ്പോൾ ഇവിടെ നമ്മൾ പോയട്രിയിൽ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മീനിങ്ങിനെ, ആ ഒരു കൺവേ ചെയ്യാനുള്ള ആ ഒരു ഐഡിയനെ ഏറ്റവും എൻറിച്ച്ഡാക്കി മാറ്റുന്നത് ഈ പറയുന്ന ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് കമ്പാരിസൺസ് ആണ്. ആൻഡ് അങ്ങനെ കമ്പാരിസൺസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്കുകളാണ് പോയട്രിയിൽ യൂസ് ചെയ്യുന്ന പോയറ്റിക് ഡിവൈസസിൽ ഒരെണ്ണമാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ രണ്ട് കുഞ്ഞന്മാരെയാണ് നമ്മൾ കണ്ടത്, സിമിലി ആൻഡ് മെറ്റഫോർ, വിച്ച് ഇസ് എ വെരി സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് വൺ. ഈസി ആയിട്ട് ഇത് പോലെയാണെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന സിമിലിയും ഇത് തന്നെയാണെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന മെറ്റഫേഴ്സും. ജസ്റ്റ് ലൈക്ക് വി ഹാഡ് ഹേർഡ് ദ ജോണി ക്യാഷ് സോങ്, യു ആർ മൈ സൺഷൈൻ, മൈ ഓൺലി സൺഷൈൻ, യു മേക്ക് മീ ഹാപ്പി വെൻ സ്കൈസ് ആർ ഗ്രേ. സോ ഗ്രേ ആയിട്ടിരിക്കുന്ന സ്കൈ, അപ്പോൾ എൻ്റെ മൈൻഡ് അല്ലേ, എൻ്റെ മൂഡി ആയിട്ടിരിക്കുന്ന, എൻ്റെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ലൈഫിലെ സൺഷൈനാണ് നീ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സോങ്. ആൻഡ് ഇഫ് യു ഗോ അവേ ഫ്രം മീ, അല്ലേ, എന്നെ നിൻ്റെ അടുത്ത് നിന്ന് മാറ്റരുത്, പ്ലീസ് ഡോണ്ട് ടേക്ക് മൈ സൺഷൈൻ അവേ. സോ ദ ബിലവഡ്, നമ്മൾ ഈ സോങ് വീണ്ടും കുറേ തവണ അത് ഡിഫറെൻറ്റ് ആൽബംസായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള അനബെല്ല 2 എന്ന് പറയുന്ന മൂവിയിലാണ്. സോ അനബെല്ലയിൽ അതിൽ ആ ഒരു കുട്ടിയെ വെൻ ദേ ലോസ്റ്റ് ദിയർ ഡോട്ടർ, ദിസ് സോങ് വാസ് പ്ലേയിങ്. ഓക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആയിട്ട് ആ സോങ് പ്ലേ ചെയ്യുന്നത് കണ്ടിട്ടാണ് ദേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഡിമോണിക് ഓർ സം സോർട്ട് ഓഫ് സ്പിരിറ്റ് ഇൻ ദാറ്റ് ഹോം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു കേട്ട ആ ഒരു സോങ്, ആ ഒരു മൂവിയിൽ കുട്ടിയെ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആ കുട്ടീനെയാണ് ബിലവഡായിട്ട് അതിൽ കാണിക്കുന്നത്, സൺഷൈൻ എന്ന് പറയുന്ന കുട്ടിയായിട്ടാണ്. ആൻഡ് ഇറ്റ് മേ ബി ലവ്, ഇറ്റ് മേ ബി someone else, or when we say okay you are my honey bun sugar plum pumpy yumpy yumpkin, അല്ലേ, അല്ലെങ്കിൽ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ചക്കരയാണ്. സോ ഓൾ ദോസ് കൈൻഡ് ഓഫ് ഷുഗർ കോട്ടഡ് വേർഡ്സ്, ഓർ യു ആർ മൈ സ്വീറ്റ്, യു ആർ മൈ ലൈഫ്, യു ആർ മൈ എവറിത്തിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എവറി വേർഡ് sort of comparison is made in order to show how intensified our feelings are എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഫീലിങ്ങിനെ, എന്താണ് ആ ഒരു ഫീലിംഗ് എന്നുള്ളതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നിലേക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് കമ്പാരിസൺസ് യൂസ് ചെയ്യുന്നത് കാണാം. ചിലപ്പോൾ ആ പറയുന്ന കാര്യങ്ങളെ definitely poetry deals with a poetic language, not a plain language. As we mentioned, my house is on fire, that is a plain language. When we say my heart is on fire, that gives a kind of poetic language. അപ്പോൾ അങ്ങനെ പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജിനെ ഒന്നുകൂടെ അതിൻ്റെ മീനിങ്ങിനെ എൻറിച്ച് ചെയ്യിക്കാനായിട്ട്, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള പല ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും കമ്പാരിസൺസും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കമ്പാരിസന് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഈ പറയുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിൽ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് 4 എണ്ണമാണ് കാണുന്നത്, 2 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഏതൊക്കെയായിരുന്നു അത്? സിമിലി ആൻഡ് മെറ്റഫർ. യെസ്, സിമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ. ഇൻ ഇംഗ്ലീഷ് വി യൂസ് ദ 2 words, that is like or as. You are like, or friendship is like chocolate. It melts as well as it's sweet and it's very tasty, yummy എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പോലെ. അല്ല, പോലെയെന്ന് യൂസ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം, ഐ വാൻറ്റഡ് ലോൺലി ആസ് എ ക്ലൗഡ്, മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ലൈക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അതേസമയം ലൈക്ക് ഇല്ലാതെ യു ആർ എ റോസ്, യു ആർ മൈ പ്രിൻസസ്, യു ആർ മൈ ഏഞ്ചൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഇതാണ് എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് മെറ്റഫർ. So that's the different sorts of comparison, the 2 types of comparison we had seen. നമ്മൾ കണ്ടുപോയിട്ടുള്ള ടെക്സ്ച്വലായിട്ട് നമ്മൾ കണ്ടുപോയ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ദ അസീറിയൻ കിങ്, ലോർഡ് ബൈറൻ്റെ ആ ഒരു പോയത്തിൽ ആ ഒരു അസീറിയൻ കിങ്ങിൻ്റെ വരവിനെ കാണിക്കുന്നത് ജസ്റ്റ് ലൈക്ക് എ വൂൾഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു എക്സ്ട്രാക്ട് ഓഫ് ദാറ്റ് പോയം അവിടെ കണ്ടിരുന്നു. ഡാഫോഡിൽസിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഐ വാൻറ്റഡ് ലോൺലി ആസ് എ ക്ലൗഡ് that floats on high over vales and hills,
When all at once I saw a crowd, a host of golden daffodils, instead of plainly trying to say, I walked alone, the poet says. That was an example of simile. And see, ഈ പറയുന്ന കമ്പാരിസൺസ് വെക്കുമ്പോൾ ഇപ്പോൾ ഐ വാൻഡഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ക്ലൗഡിൻ്റെ ഒരു ഇമേജ് ഈ വായിക്കുന്ന ആളുടെ വായനക്കാരൻ്റെ മനസ്സിൽ വരുന്നുണ്ടാവും. സോ ദർ ഇസ് എൻ ഇമേജ് ക്രിയേറ്റഡ് ബൈ ദിസ് പോയറ്റ്. ഓൾ ദ സോർട്സ് ഓഫ് വേർഡ്സ് വിൽ ക്രിയേറ്റ് ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ഇമേജസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ റീഡർ. അപ്പോൾ ആ ഒരു റീഡറിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമേജറി പോയട്രിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. വാക്കുകളിലൂടെ ചിത്രങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് പോയട്രിയുടെ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ദാറ്റ്സ് വൈ വെൻ സംടൈംസ് ചില ആളുകൾക്ക് ചില പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഇഷ്ടമുണ്ടായിരിക്കും. ബിക്കോസ് വി കുഡ് സീ ഓൾ ദോസ് തിങ്സ് ഇൻ ആർ ഇമാജിനേഷൻ വിച്ച് ഇസ് അൺലിമിറ്റഡ്. ആൻഡ് വെൻ ഇറ്റ് ഇസ് പിക്ചറൈസ്, ചിലപ്പോൾ ചിലതൊക്കെ ചില ലിറ്റററി വർക്ക്സ് പെർട്ടിക്കുലർലി നോവൽസൊക്കെ മൂവി ആയിട്ട് വരുമ്പോൾ അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. കാരണം എന്താ, മൂവിയിൽ ദ വിഷ്വൽ ഇമേജറി ദാറ്റ് ഈസ് ലിമിറ്റഡ്. ആ ഒരു എന്തൊക്കെ ടെക്നിക്കിലൂടെ കാണിക്കാൻ പറ്റുമോ, എസ്പെഷ്യലി ദോസ് മാജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഹാരി പോട്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ ട്വൈലൈറ്റ് സീരീസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് അമാനുഷികമായിട്ടുള്ള കഥകളൊക്കെയാണ് പറയുന്നത്. വാമ്പയർ സ്റ്റോറീസും ഹാരി വിച്ച് ക്രാഫ്റ്റും ഒക്കെ പറയുന്ന കഥകളൊക്കെയാണ്. ഈ കഥകൾ വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം അത് റീഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ വായനക്കാരനും ഓരോ ഇമാജിനേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരാൾ വായിക്കുന്ന പോലെ ആയിരിക്കില്ല അയാളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹോവാർഡ് യൂണിവേഴ്സിറ്റിയും അവിടെയുള്ള പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മാജിക്കൽ പവേഴ്സൊക്കെ ഒരാൾ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആൻഡ് ദിസ് ഇമാജിനേഷൻ ഇറ്റ്സ് അൺലിമിറ്റഡ്. വറാസ് നമ്മളത് മൂവിയിൽ കാണുമ്പോൾ എല്ലാവരും ഒരേ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂഡ് പോയെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വായിക്കുമ്പോൾ കിട്ടുന്നത് ആ വാക്കുകളിലൂടെ കൊണ്ടുവരുന്ന ഒരു ഇമാജിനറി വേൾഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ആക്ച്വലി പെർസീവ്. സോ ഇവിടെ ഈ പറയുന്ന പോയട്രിയിൽ ഇത്തരത്തിലുള്ള കമ്പാരിസൺ വയ്ക്കുമ്പോഴത്തേക്കും ഇറ്റ് ഷോസ് എ സോർട്ട് ഓഫ് ഇമേജറി, ഒരു വിഷ്വൽ ഇമേജ് അവിടെ ആ ഒരു വരികളിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ ഇമേജ് മാത്രമല്ല, ഇപ്പോൾ കീറ്റ്സിനൊക്കെ കവിത എടുക്കുകയാണെങ്കിൽ കീറ്റ്സ് ഹീസ് നോൺ ആസ് എ സെൻഷ്വസ് പോയറ്റ് ആൻഡ് വി കുഡ് സീ ഓൾ സോർട്സ് ഓഫ് ഇമേജറി ഇൻ ഹിസ് പോം. Tactile image, auditory image, as well as olfactory image, gustatory image. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെയുള്ളൊരു സഞ്ചാരമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വി കുഡ് എക്സ്പീരിയൻസ് ഹിസ് വേർഡ്സ് ആർ സ്പീക്കിംഗ്, ഹിസ് വേർഡ്സ് ആർ ഷോയിങ് സംതിങ് ടു അസ്, മേക്ക് അസ് ഫീൽ സെൻഷ്വസ്നെസ്. ഓക്കെ, ആൻഡ് ഹിയർ വി ഹാവ് വൺ മോർ എക്സാമ്പിൾ. വി ആർ മൂവിങ് ഓൺ ടു ദാറ്റ് എക്സാമ്പിൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു സിമിലി മെറ്റഫർ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് വരുന്ന ഇതിലേത് ഫിഗർ ഓഫ് സ്പീച്ചൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ ദി ഓക്ക് എന്ന് പറയുന്ന ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ ഗോ ത്രൂ ദാറ്റ് പോം. ലിവ് ദൈ ലൈഫ് യങ് ആൻഡ് ഓൾഡ് ലൈക്ക് യോൺ ഓക്ക്, ബ്രൈറ്റ് ഇൻ സ്പ്രിംഗ് ലിവിങ് ഗോൾഡ്, summer rich then and then, autumn changed soberer hued, gold again. All his leaves fallen at length, look he stands, trunk and bough, naked strength. ഏതൊരു മരത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഡെഫിനറ്റ്ലി ദ നെയിം ഓഫ് ദ ട്രീ ഈസ് ഗിവൻ ഹിയർ, ഓക്ക് ട്രീ. ആൻഡ് ദിസ് ഓക്ക് ട്രീ വേറെ ഏതൊക്കെ ടേംസാണ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? You might have noticed, okay, young and old, those words. Yon oak, very young and strong and powerful oak. Bright in spring, gold. Summer, autumn, gold again. Fallen, trunk and bough, naked strength. അപ്പോൾ കുറച്ച് വാക്കുകൾ നമുക്കവിടെ എവിടേക്കോ കുറേ വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പെർട്ടിക്കുലർലി ഈ ഒരു പോം വായിക്കുമ്പോഴത്തേക്കും അതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളുടെ ഈ സീസൺസാണ്. ആസ് ഇറ്റ് ഈസ് മെൻഷൻ ഹിയർ അബൌട്ട് സ്പ്രിങ് ആൻഡ് ഓട്ടം ആൻഡ് സമ്മർ ആൻഡ് ഓൾ ദോസ് സീസൺസ് ഇറ്റ്സ് മെൻഷൻഡ് ഹിയർ. ഈ സീസൺസ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറുകാർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു അല്ലെങ്കിൽ ഒത്തിരി തവണ പെർട്ടിക്കുലർലി ഹ്യൂമൻ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് സീസൺസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഋതുക്കൾ, നമ്മുടെ ഋതുക്കൾ നമ്മൾ 6 എണ്ണമാണ്. ഫോർ ഇന്ത്യൻസ് വി ഹാവ് 6 സീസൺസ് അല്ലേ? കാലങ്ങൾ 6 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? വസന്തകാലമുണ്ട്, പിന്നെ ഗ്രീഷ്മമുണ്ട്, വർഷകാലമുണ്ട്, ഹേമന്തം, ശരത്കാലം, ശിശിരകാലം അല്ലേ? ബട്ട് ഫോർ വെസ്റ്റേണേഴ്സ് ഓർ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ബേസിക്കലി 4 സീസൺസാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്.
beginning from spring, then summer, then autumn, then winter as per the cycle. തുടങ്ങുന്നത് സ്പ്രിങ്ങിൽ നിന്നാണ്, പിന്നെ സമ്മറിലേക്ക് വരുന്നു, പിന്നെ ഓട്ടം, പിന്നെ വിൻ്റർ. നമുക്കാണെങ്കിൽ സ്പ്രിങ് വി കോൾ ഇറ്റ് ആസ് വസന്തകാലം. വിഷുവും ഈസ്റ്ററും എല്ലാ പുതുജീവനും ഉണ്ടാവുന്ന, കണി കാണുന്ന, എല്ലാം പുഷ്പിച്ചും കായ്ച്ചും ഒക്കെ ഇരിക്കുന്ന, മാങ്ങയും ചക്കയും ഒക്കെ സുലഭമായിട്ടുണ്ടാവുന്ന ആ ഒരു ലഷ് ആൻഡ് ഗ്രീൻ ആയിട്ടുള്ള ആ ഒരു ടൈം. And when you go through all those cards or pictures, you could see that സ്പ്രിങ്ങിന് ഡിനോട്ട് ചെയ്യുന്നത് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കളർ വെച്ചിട്ടാണ് നമ്മൾ സ്പ്രിങ്ങിന് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ കളർ അട്രിബ്യൂട്ടഡ് ടു സ്പ്രിങ് സീസൺ. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സീസൺ, സമ്മർ സീസൺ. സമ്മർ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ചൂടുള്ള ഒരു വളരെ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. ബട്ട് വി എക്സ്പീരിയൻസ് എ വെരി കംഫർട്ടബിൾ, വെരി കോസി ക്ലൈമറ്റ് ഇൻ കേരള. ഡെഫിനറ്റ്ലി വി ആർ ബ്ലെസ്ഡ് വിത്ത് ദാറ്റ്. വളരെ ക്വയറ്റ് ആയിട്ടുള്ള കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമുക്കുള്ളത്. ടു ഹോട്ടും എക്സ്ട്രീം ഹോട്ടും എക്സ്ട്രീം കോൾഡും അല്ല, എന്നാലും ചില സമയത്ത് സമ്മർ അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകാറുണ്ട്. ഓക്കെ, ബട്ട് ഫോർ വെസ്റ്റേണേഴ്സ്, ഫോർ ദം ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സീസൺ. സണ്ണിന് ഏറ്റവും നന്നായിട്ട് അവർക്ക് കിട്ടുന്ന, അവർക്ക് ഒരുപാട് സെലിബ്രേഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ രസകരമായിട്ടുള്ളൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ്. അവർക്ക് കുറച്ചും കൂടെ ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. സോ സമ്മർ വി ഹാവ് ഗ്രീഷ്മകാലമുണ്ട് ഇവിടെ. പിന്നെ അവർക്ക് അത്ര അധികം ഇല്ലാത്ത നമുക്ക് സുലഭമായിട്ടുള്ള മഴക്കാലങ്ങളുണ്ട് അല്ലേ, ഇടവപ്പാതി, അങ്ങനെ നമുക്ക് വർഷകാലമുണ്ട്. ആൻഡ് മൂവിങ് ഫ്രം ദാറ്റ് ദേ ഹാവ് ഓട്ടം സീസൺ. നമുക്കിവിടെ ഓട്ടം സീസണായിട്ടില്ല, പ്രീ ഓട്ടംനൽ പീരീഡ് ആൻഡ് പോസ്റ്റ് ഓട്ടംനൽ പീരീഡ് എന്ന് പറയുന്ന ഒരു ഡിവിഷനായിട്ട് നമ്മൾ ഹേമന്തകാലവും ശരത്കാലവും ഉണ്ട്. ഇല പൊഴിഞ്ഞ് തുടങ്ങുന്ന, ചെറിയ രീതിയിലൊക്കെ പ്രകൃതിയിലൊക്കെ ഒരുപാട് ഇലയൊക്കെ പൊഴിഞ്ഞ് പല മരങ്ങളിൽ നിന്നും ഒക്കെ നല്ല ഇല പൊഴിഞ്ഞ് വീണ് കിടക്കുന്നൊരു ടൈമാണ് പെർട്ടിക്കുലർലി ദിസ് ഓട്ടം. ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഈ ഒരു കാലഘട്ടം. അതിനുശേഷം വിൻ്റർ നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള തണുപ്പാണ്. അതേസമയം വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ദ ടു പോൾസ്, നോർത്തേൺ ആൻഡ് സദേൺ പോൾ, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. വിൻ്റർ അല്ല ഏത് സീസൺ എക്സ്പീരിയൻസ് ചെയ്യുക. നോർത്തിൽ വിൻ്റർ ആണെങ്കിൽ അതർ സൈഡ് സദേൺ പാർട്ടിൽ അവിടെ സ്പ്രിങ് ആയിരിക്കും, നേരെ തിരിച്ചായിരിക്കും. ഡെഫിനറ്റ്ലി എക്സ്ട്രീം പോൾസ് ഇസ്. സോ അപ്പോൾ ഈ പറയുന്ന സീസൺസ് നമ്മൾ വെസ്റ്റേണിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും, പെർട്ടിക്കുലർലി ലിറ്ററേച്ചർ ഡീൽസ് വിത്ത്, വി ആർ ഡീലിംഗ് വിത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ആൻഡ് വി കുഡ് സീ ദിസ് കൊണോട്ടേഷൻ ഓഫ് ഡിഫറെൻറ്റ് സീസൺസ് ഇൻ ഓൾ ദീസ് ലിറ്റററി വർക്ക്സ്. സാഹിത്യം ഡെഫിനറ്റ്ലി കലയാണ്. കല വാക്കുകളിലൂടെ സംസാരിക്കുന്നതാണ് സാഹിത്യം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഓരോ സീസണിനും കൊണോട്ടേറ്റീവായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന കുറേ മീനിങ് ഉണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്പ്രിങ് ആണ് ബിഗിനിങ് എന്ന് പറഞ്ഞു. ഒരു ഡേയിലേക്ക് ഈ സ്പ്രിങ് സീസൺ ആട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി കുഡ് സീ ദിസ് സ്പ്രിങ് ആസ് മോർണിംഗ് ടൈം. ഒരു ഡോൺ ആയിട്ടാണ് സ്പ്രിങ്ങിനെ കണക്ട് ചെയ്യുന്നത്. പ്രഭാതം, ഉഷസ് എല്ലാം തുടങ്ങുന്ന സമയം. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും ദിസ് സീസൺ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഇൻഫൻസി പീരീഡ് ഓർ ദ ബിഗിനിങ് ടൈം. ബേർത്തായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ ഈ പറയുന്ന സ്പ്രിങ് സീസണെ കാണുമ്പോഴത്തേക്കും അവിടെ ഒരു ബേർത്ത്, എല്ലാത്തിൻ്റെയും ബിഗിനിങ് ആയിട്ടാണ് സ്പ്രിങ്ങിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്പ്രിങ് എന്ന് പറയുമ്പോൾ തുടക്കമാണ്, ഇൻഫൻസി ഓർ ബേർത്തിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. ഒരു ഡേയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മോർണിംഗ് ടൈം, ദാറ്റ് ഇസ് കോൾഡ് ആസ് അട്രിബ്യൂട്ടഡ് ടു സ്പ്രിങ് സീസൺ. ആൻഡ് സെക്കൻഡ് വൺ, സമ്മർ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും സമ്മറിൽ സൂര്യൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കറക്റ്റ് സെൻട്രലായിട്ടായിരിക്കും. സോ ഒരു ഡേയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മെറീഡിയൻ ഓർ ആഫ്റ്റർനൂൺ പീരീഡ് ആയിട്ടാണ് ഒരു ഡേയിലേക്ക് സമ്മർ സീസണെ കണക്ട് ചെയ്യുന്നത്. ഒരാളുടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അയാളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും ചോര തിളയ്ക്കണ പ്രായം എന്നൊക്കെ പറയുന്ന യൂത്ത് പീരീഡ് ആയിട്ടൊക്കെയാണ് ആ ഒരു അഡൾട്ട്ഹുഡ് ഓർ യൂത്ത് പീരീഡ് പെർട്ടിക്കുലർലി അതായിട്ടാണ് നമ്മൾ സമ്മർ സീസൺ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് സമ്മറിൻ്റെ കളറ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്രിംസൺ റെഡ് കളറായിട്ടാണ്. ആ ഒരു എന്തും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ജെനിത്തിലായിരിക്കും, എല്ലാം അതിൻ്റെ ജെനിത്തിലായിരിക്കുന്ന ആ ഒരു ടൈം. വെരി ഹാപ്പി ആൻഡ് സെലിബ്രേറ്റഡ് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ്. സോ സമ്മർ സീസണുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഓട്ടമിലേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടത്തിൻ്റെ കളറ് കാർഡ്സിലൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ യു മൈറ്റ് ഹാവ് സീൻ ദിസ് മേപ്പിൾ ട്രീസിൻ്റെ ലീഫാണ് കൂടുതലായിട്ട് ഇതിനെ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ ഈ ഒരു സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൂര്യൻ ഭൂമിയിൽ നിന്നും കുറച്ച് അകന്ന് തുടങ്ങുന്ന, വിൻ്റർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അകന്ന് നിൽക്കും, അകന്ന് തുടങ്ങുന്നൊരു ടൈമാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൺലൈറ്റിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ,
The plants couldn't cook properly. They couldn't produce chlorophyll, the pigment, the green pigment that gives color to these leaves. അതിൻ്റെ ആ ഒരു പ്രോസസ്സ് അത്ര കാര്യമായിട്ട് നടക്കില്ല. അപ്പോൾ ആ പ്രോസസ്സ് അത്ര കാര്യമായിട്ട് നടക്കാതെ വരുമ്പോഴത്തേക്കും ബാക്കി പിഗ്മെൻറ്റ്സ് ഒക്കെ പ്രൊജക്റ്റഡ് ആയിട്ട് ആ ലീവ്സിലൂടെ കാണിക്കും. ദാറ്റ്സ് വൈ സംടൈംസ് ഇറ്റ് മേ ഹാവ് ഗോട്ട് എ കൈൻഡ് ഓഫ് റോസി ഹ്യൂ ഓർ യെല്ലോയിഷ് ഓറഞ്ചിഷ് കളറിലേക്കായിട്ട് ആ ലീഫ് മാറുന്നതിൻ്റെ റീസൺ അതാണ്. പക്ഷേ ചില മരങ്ങൾ അപ്പോഴും നല്ല ഗ്രീനായിട്ടൊക്കെ നിൽക്കുന്നത് കാണാം. എവർ ഗ്രീൻ ആയിട്ടുള്ള ട്രീസ് അപ്പോഴും നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അതിന് ചെറിയൊരു കോട്ടിങ് ഉണ്ടായിരിക്കും, ഒരു വാക്സ് കോട്ടിങ് അതിനുള്ളതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിനെ അതിനെ ബാധിക്കാത്തത്. അപ്പോൾ എല്ലാ മരങ്ങളും അങ്ങനെ ഇറ്റ് വോണ്ട് ടേൺ റെഡ് ഓർ ഓറഞ്ച് ഓർ യെല്ലോ. പക്ഷേ കൂടുതലും കുറേ മരങ്ങൾ അങ്ങനെ, പെർട്ടിക്കുലർലി ദിസ് മേപ്പിൾ ട്രീ, അത് കൂടുതലായിട്ടും ആ ഒരു കളറിലേക്ക് ചേഞ്ച്. അതിൻ്റെ റീസൺ ഇതാണ്, ആ ഒരു ഗ്രീൻ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദിസ് ലോ സൺലൈറ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു കളർ എന്ന് പറയുന്നത് യെല്ലോ ഓർ ഓറഞ്ച് ഷെയ്ഡാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് യെല്ലോ ആൻഡ് മെല്ലോ എന്ന് പറയുന്നത് ആ ഒരു സീസണെ, ഓട്ടം സീസണെ. എല്ലാം മങ്ങി തുടങ്ങുന്ന ഒരു ടൈമാണ്. നല്ല ക്രിംസൺ റെഡായിട്ട് നിന്നിട്ട് പഴുത്ത് തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ഗെറ്റിംഗ് ഓൾഡായി, മെച്യൂർഡായി. ദാറ്റ്സ് വൈ യു കുഡ് സീ ദിസ് ഡിനോട്ടേഷൻ ഇൻ ഔട്ട് ടു ഓട്ടം പോം ബൈ കീറ്റ്സ്. അതിനൊത്തിരി റീഡിങ്സ് ഉണ്ട് ആ ഒരു പോയത്തിന്. ഈ ഒരു സീസൺ വൈസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പോയറ്റിക് കരിയറായിട്ടും ബയോഗ്രഫി ആയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് റീഡിങ് വരുന്നുണ്ട്. യു ക്യാൻ സീ ഇറ്റ് ഇൻ വേസ് വിത്ത് വേർഡ്സ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മാറി, ഓട്ടത്തിൽ നിന്ന് മാറി എല്ലാം ക്ഷയിച്ച് തുടങ്ങുന്ന ഫോൾ അല്ലേ, എല്ലാം ഫിസിക്കാണെങ്കിലൊക്കെ ഡള്ളായി തുടങ്ങുന്ന ആ ഒരു ടൈം, ഒരു ഡേയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഓട്ടം ടൈം ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ട്വൈലൈറ്റ് പീരിയഡ്. ആ ഒരു ഡേയുടെയും നൈറ്റിനിടയിൽ നിൽക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് സന്ധ്യാസമയത്തിനേക്ക് അതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് then comes the winter. You might have heard or you might have watched the series, the famous series called as Game of Thrones. Game of Thrones il winter is coming എന്ന് പറയുന്ന അതിൽ റിപ്പീറ്റഡ് ആയിട്ട് റീട്രേറ്റ് ചെയ്യുന്ന ഒരു കോട്ടുണ്ട്, famous dialogue among the north. Winter is coming, something along is coming with winter. That is the connotative level while considering that particular series. Winter is coming എന്ന് പറയുമ്പോൾ വിൻ്റർ ഇസ് കമ്മിങ്, ഓക്കെ, വിൻ്റർ സീസൺ എന്നുള്ളതിന് ഉപരി അതിന് എന്തൊക്കെയോ വേറെ അണ്ടർടോൺസ് പോകുന്നുണ്ട് ആ കഥയെ വെച്ച് നോക്കുമ്പോൾ. നൈറ്റ് വാക്കേഴ്സ്, അങ്ങനെ പോകുന്ന ഒരുപാട് കഥകൾ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി ആയിട്ടുള്ള ഒരു എപ്പിക് സ്റ്റോറി ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ലിവിങ് ദാറ്റ് അപ്പാർട്ട്, വിൻ്റർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സീസൺ വി ക്യാൻ സീ ദാറ്റ് എവറിത്തിങ് വിൽ ടേൺ ഡൾ ഓർ ബെയർ ആയിട്ട്, ട്രീസിൽ ഇലയൊന്നും ഇല്ലാതെ ഒക്കെ മങ്ങി എല്ലാം നിർജീവമായി പോകുന്നൊരു ടൈമാണ്. ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, മൊബിലിറ്റി ഉണ്ടാവില്ല. എവറിത്തിങ് വിൽ ബി സ്റ്റിൽ, കോൾഡ് ആൻഡ് ലൈഫ്ലെസ് ആയിട്ട് മാറുന്നൊരു ടൈമാണ്. പ്രകൃതിയിലാണെങ്കിലും ഭൂരിഭാഗം ആനിമൽസൊക്കെ ഹൈബർനേഷന് പോകും. പ്രകൃതിയിലെല്ലാം നിർജീവമായിട്ട് എല്ലാം നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു ഡെത്തിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു പീരിയഡാണ്, ഒരു സീസണാണ് വിൻ്റർ എന്ന് പറയുന്നത്. സോ ഒരു ഹ്യൂമൻ ലൈഫിലേക്ക് ഈ സീസൺസിനെ അട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദറ്റ് സ്പ്രിങ്, ഓക്കെ, ഇറ്റ്സ് ബർത്ത്, ആൻഡ് നെക്സ്റ്റ് വൺ സമ്മർ, യൂത്ത്, autumn, old age, and winter, which denotes death. അപ്പോൾ അങ്ങനെ ലിറ്ററേച്ചറിൽ സീസൺസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു ഡേയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഡോൺ, മെറീഡിയൻ, ഡസ്ക് ആൻഡ് നൈറ്റ്, അങ്ങനൊരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആൽഫ്രഡ് ലോർഡ് ടെന്നീസൻ്റെ ദി ഓക്ക് എന്ന് പറയുന്ന ഈ ഒരു പോം വായിക്കുമ്പോഴത്തേക്കും എന്താണതെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ദിസ് ഓക്ക് ട്രീ ഇറ്റ് സിഗ്നിഫൈസ് ഹ്യൂമൻ ലൈഫ്. ഒരു മനുഷ്യനായിട്ടാണ് ഈ ഓക്ക് ട്രീനെ കവി ചിന്തിച്ചുകൊണ്ട് അത് എഴുതിയിട്ടുള്ളത്. സോ ദിസ് പോം വൈൽ റീഡിങ് ഒരു ഓക്ക് മരത്തിൻ്റെ ഡിഫറെൻറ്റ് സീസൺസിലൂടെ അത് കടന്നു പോകുന്നു അല്ലേ. ലൈഫ്, ലിവ് ദൈ ലൈഫ്, ദൈ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അഡ്രസ്സിങ് ഇറ്റ് ഹാഡ് ഗിവൻ എ സ്റ്റാറ്റസ് ഓഫ് സംതിങ് എൽസ്. Live thy life, it's glorified, it's kind of praise. Young and old like yon oak, bright in spring, living gold, summer rich, then and then autumn changed, soberer hued gold again. All his leaves fallen at length, look he stands, trunk and bow, naked strength. സോ ഇവിടെ ഓക്ക് മരമാണ് അതിൻ്റെ ഡിനോട്ടേറ്റീവ് മീനിങ്. ഓക്ക് മരം ഇങ്ങനെ മനോഹരമായിട്ട് കാലങ്ങൾ താണ്ടി അത് നിൽക്കുന്നത് കണ്ടില്ല. അതിൻ്റെ ട്രങ്ക് ആൻഡ് ബോ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭംഗിയെക്കുറിച്ചും ആ ഒരു സ്ട്രെങ്ത് ആൻഡ് പവറിനെ കുറിച്ചും പറയുകയാണെങ്കിൽ അതിൻ്റെ കൊണോട്ടേറ്റീവ് മീനിങ് ആയിട്ട് വരുന്നത് ദിസ് ട്രീ
It is used as a kind of metaphor to denote a human being or a human life. പലപ്പോഴും പല സിനിമകളിലായിട്ടോ അല്ലെങ്കിൽ പല ഈ പറഞ്ഞ പോലത്തെ ഒത്തിരി ലിറ്റററി വർക്ക്സിലൊക്കെ നിങ്ങൾ മരത്തെ മനുഷ്യനായിട്ട് കണക്ട് ചെയ്യുന്നത് കാണാറുണ്ടായിരിക്കും. തണൽ മരം. ഇപ്പോൾ മമ്മൂട്ടിയുടെ രാപ്പകൽ എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ മമ്മൂക്ക അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തെ ഗീതു മോഹൻദാസ് ഒരു കവിത എഴുതിയിട്ട് പറയുന്നുണ്ട്. ഈ വീട്ടിലെ നന്മ മരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു റൂട്ട്സ്, ആ ഒരു ഫാമിലി ഇൻറ്റിമസിയും ആ ഒരു റിലേഷൻഷിപ്പും ബോണ്ടിങ്ങും ഒക്കെ കാണിക്കാനായിട്ട് റൂട്ട്സ് ആൻഡ് ആ ഒരു അതിൻ്റെ ഷെയ്ഡ് ആൻഡ് ദാറ്റ് ബോ, ആ ഒരു വീടിൻ്റെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു മരം ഇമേജ്, ഇറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു എ ഹ്യൂമൻ ബീയിങ്. പെർട്ടിക്കുലർലി ഒരു വീടിൻ്റെ അത്താണിയായിട്ടുള്ളൊരു ഫിഗറിനെ എപ്പോഴും കമ്പയർ ചെയ്യാൻ ഈസി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് മരവുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ വായനകൾ ലിറ്ററേച്ചറിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള കമ്പാരിസൺ വഴി കാണാനായിട്ട് സാധിക്കും. സോ ഓൾ ദീസ് തിങ്സ് ചിന്തിക്കേണ്ട എന്താണ്, ഇങ്ങനെ മരമായും പൂവായും മാൻപേട കണ്ണായും താമരയിതളായും മുല്ലമുട്ടുമായും ഒക്കെ ഇങ്ങനെ നക്ഷത്രങ്ങളായിട്ടൊക്കെ ഇങ്ങനെ കമ്പാരിസൺസ് വരുമ്പോൾ അത് കൊടുക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് റിച്ച് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ കൈൻഡ് ഓഫ് കേർണൽ ഇഫക്റ്റ് ഇൻ ഇറ്റ്. വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള, സ്വീറ്റ് ആയിട്ടുള്ള, കേർണലായിട്ടുള്ള ഒരു ഇമേജ് അവിടെ നമുക്ക് ആ ഒരു തൃപ്തി വായനക്കാരനും അത് എഴുതുന്നവനും കിട്ടുന്നു എന്നുള്ളതാണ് ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ പോയട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. Thinking or keeping that in mind, we can go through the next page, that is, life is a broken winged bird that cannot fly. I think we mentioned this in the last class. Life is like a broken winged bird എന്ന് പറയാതെ life is a broken winged bird എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ഉപയോഗിച്ചിട്ടില്ല, ആസ് ഉപയോഗിച്ചിട്ടില്ല. സോ ദിസ് ഇസ് ഓൾസോ എ മെറ്റഫർ. സോ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ കവിതയിൽ നമുക്ക് സിമിലിയും കാണാം കേട്ടോ. ലിവ് ദൈ ലൈഫ് യങ് ആൻഡ് ഓൾഡ് ലൈക്ക് യോൺ ഓക്ക്. യോൺ ഓക്കിനെ പോലെ, യങ് ആയിട്ടുള്ള ഈ ഓക്ക് ട്രീയെ പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കൂ എന്ന് പറയുന്നുണ്ട്. പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കിനെ പോലെ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിനെയാണ് അവിടെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റഫറിക്കൽ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിനെ കാണുന്നുണ്ട്. ഷേക്സ്പിയറിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇത്, ദാറ്റ്സ് നോട്ട് എ പോയം, ദാറ്റ്സ് എൻ എക്സ്ട്രാക്ട് ടേക്കൺ ഫ്രം ഹിസ് ഡ്രാമ കോൾഡ് ആസ് യു ലൈക്ക് ഇറ്റ്. ജാക്കസ് പറയുന്നൊരു സ്പീച്ചാണത്. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്, അല്ലേ? നാടകമേ ഉലകം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈ ലോകമെന്ന് പറയുന്നത് ഒരു നാടക ശാലയാണെന്ന് ചിന്തിക്കുക. അവിടേക്ക് വരുന്ന ആ രംഗത്തേക്ക്, ആ അരങ്ങത്തേക്ക് വരുന്ന ഓരോ നടനും നടിയുമാണ് നമ്മളൊക്കെ. നമ്മൾ വരുന്നു, ഒരു രംഗം നമ്മുടെ റോൾ, വി പ്ലേ ആ റോൾ ആൻഡ് ദെൻ വി എക്സിറ്റ്. നമ്മൾ വരുന്നു, എൻ്റർ ചെയ്യുന്നു, നമ്മുടെ റോൾ ചെയ്യുന്നു. നമ്മുടെ റോൾ എന്താണ്, ആ ഒരു റോള് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീൽ എക്സിറ്റ്. സോ ആ ഒരു അതിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ്, 7 സ്റ്റേജസ് പറഞ്ഞു പോകുന്നുണ്ട്. കുട്ടിയുടെ സ്റ്റേജ് പറയുന്നുണ്ട്. വൈനിങ് സ്കൂൾ ബോയ്, സ്കൂളിലേക്ക് പോകാൻ മടിച്ച് നിൽക്കുന്ന ഒരു ചെറിയ സ്കൂൾ ബോയിനെ പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു യൂത്തിനെ പറയുന്നുണ്ട്. പാച്ച് ടങ്ങായിട്ട് നിൽക്കുന്ന ലവറിനെ പറയുന്നുണ്ട്. ബബിൾ ലൈഫ് കാണിക്കുന്ന സോൾജിയറിനെ പറയുന്നുണ്ട്. സെക്കൻഡ് ഇൻഫൻസിയെ കാണിക്കുന്ന ഓൾഡ് ഏജ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിലെ മെയിനായിട്ടുള്ള 7 സ്റ്റേജിനെ ആ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള സ്പീച്ചിലൂടെ പറയുമ്പോൾ ദാറ്റ് എൻറിച്ച് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് പറയുന്നതിനെക്കാട്ടിലും എത്ര മനോഹരമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് നമ്മുടെ ലൈഫിന് 7 സ്റ്റേജസ് ഉണ്ട്. നമ്മളൊക്കെ ഈ ലോകത്തിലെ ഒരു നാടകശാലയാകുന്ന ഈ ലോകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളാണ്. നമ്മൾ നമ്മുടെ വേഷം ആടി തീർക്കുന്നു, നമ്മൾ പോകുന്നു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എൻറിച്ച് ചെയ്യുന്ന ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇമേജറി, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ പ്ലെയിൻ ലാംഗ്വേജ് ദാറ്റ് വി യൂസ്. These metaphors are also called as symbols. മെറ്റഫേഴ്സിനെ സിമ്പിളായിട്ടും നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണ് സിമ്പിളായിട്ടത് മാറുന്നത്? SYMBOL സിമ്പിളായിട്ടത് മാറുന്നത് എങ്ങനെയാണ്? അടയാളങ്ങളായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വായന, ഒരു റീഡിങ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എലമെൻറ്റിനെ എപ്പോഴും ഒരു റോസിലേക്ക് ലവ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ആട്രിബ്യൂട്ട് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അത് വായിക്കുന്ന ഓരോരുത്തരും അങ്ങനെ ഒരു കൊണോട്ടേറ്റീവ് മീനിങ് ആ കവിതയിൽ നിന്നും ഉരുത്തിരിച്ചെടുക്കുമ്പോൾ വെൻ വി എക്സ്ട്രാക്ട് ഓർ വെൻ വി ഇൻ്റർപ്രറ്റ് ദാറ്റ് റോസ് ആസ് എ സിമ്പിൾ ഓഫ് ലവ്, ദാറ്റ് വിൽ ടേൺ ഇൻ ടു എ സിമ്പിൾ ഓഫ് ലവ് ഫോർ എവ്രി വൺ. അപ്പോൾ പ്രണയത്തിൻ്റെ സിമ്പിളായിട്ട് പിന്നീട് എന്തു മാറും?
പൂ മാറും. ഒരു ചുവന്ന റോസാപ്പൂ കാണുമ്പോഴത്തേക്കും അത് പ്രണയത്തിൻ്റെ സിമ്പിളായിട്ട് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. വാലൻറ്റൈൻസ് ഡേയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒക്കേഷൻ വരുമ്പോൾ വെദർ ഇറ്റ് ഇസ് വെഡ്ഡിങ് ഓർ വെഡ്ഡിങ് ആനിവേഴ്സറി, ലവിൻ്റെ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ വേറെ പൂക്കളൊന്നുമല്ല നമ്മൾ കൊടുക്കാറുള്ളത്. ബേസിക്കലി വി ഓൾവേസ് റെപ്രസെൻറ്റ് റോസ് ആസ് എ സിമ്പിൾ ഓഫ് ലവ്. സോ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിങ് ഇതുപോലെ ലിറ്ററേച്ചറിലൂടെ ആണെങ്കിലും ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ആർട്ടിലൂടെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു പൂവ് എന്നുള്ള ആസ്പെക്റ്റ് മാറി ആ ഒരു ലവിൻ്റെ ആ ഒരു ഗ്രേസും ബ്യൂട്ടിയും ആ പൂവിനുണ്ട് എന്നുള്ളൊരു റീഡിങ് വന്നപ്പോഴാണ് ഇറ്റ് ഹാഡ് ബിക്കം എ കൈൻഡ് ഓഫ് സിമ്പിൾ. ഓർ വൈറ്റ് കളർ ഓർ ഡവ്, ഇറ്റ് ഹാഡ് ടേൺഡ് എ സിമ്പിൾ ഓഫ് പീസ്. സമാധാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് വെള്ള നിറം മാറുന്നൊരു അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സ് വഴിയാണ് ഇങ്ങനെ പല ആളുകളും അതിൻ്റെ കൊണോട്ടേറ്റീവ് മീനിങ് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് അത് എന്തായി മാറുന്നത്, ഒരു സിമ്പിളായിട്ട് മാറുന്നത്. സോ പലപ്പോഴും കമ്പാരിസൺസ് വെക്കുമ്പോൾ ആ കമ്പാരിസൺസ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ടേൺ ഇൻ ടു എ കൈൻഡ് ഓഫ് സിമ്പിൾ. ദാറ്റ്സ് വൈ ഇറ്റ്സ് റിട്ടൺ ഹിയർ, മെറ്റഫേഴ്സ് ആർ ഓൾസോ കോൾഡ് സിമ്പിൾസ് ഇഫ് മോർ റീഡേഴ്സ് റെക്കഗ്നൈസ് ദിയർ കൊണോട്ടേഷൻസ്. അതിൻ്റെ ഉൾത്തലങ്ങൾ, അതിൻ്റെ ആ ഒരു ഇന്നർ മീനിങ്ങിനെ ഒരുപാട് റീഡേഴ്സ്, ഒരു വൈഡ് വെറൈറ്റി ഓഫ് റീഡേഴ്സ് അങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ ദാറ്റ് വിൽ ബിക്കം എ കൈൻഡ് ഓഫ് സിമ്പിൾ. മെറ്റഫർ എന്നുള്ളത് മാറി അതിനൊരു സിംബോളിക് ആയിട്ടുള്ള തലം കൈവരുന്നു. ബ്രിട്ടീഷ് പേട്രിയറ്റും പോയറ്റും ആയിട്ടുള്ള സീഗ്ഫ്രൈഡ് സസ്സൂണിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എ very interesting poem, and he is known for his brutal satire made on these kinds of war and all that. He is an anti-war poet. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Everyone suddenly burst out singing, and I was filled with such delight as prison birds must find in freedom, winging widely across the white orchards and dark green fields, on and out of sight. Everyone's voice was suddenly lifted, and beauty came like the setting sun. My heart was shaken with tears, and horror drifted away. Oh, but everyone was a bird, and the song was wordless. The singing will never be done. What you have to do is that just go through the poem and identify the different figures of speech, that is simile, metaphor and symbols from this particular poem. That is a simple homework for you, a kind of practice for you. Yes. നമ്മളിപ്പോൾ ഒരു ഇല അനങ്ങുന്നത് കാണുമ്പോഴത്തേക്കും അത് ഓക്കെ ഇറ്റ് ഈസ് മൂവിങ് എന്നാണ് പറയുന്നതെങ്കിൽ ഒരു പോയറ്റ് ഹി വുഡ് റൈറ്റ് ദ ലീവ്സ് ആർ ഡാൻസിങ്, ദ ലീവ്സ് ആർ ഡാൻസിങ്. ഇല ആടുകയാണെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കബേർഡ് തുറന്നു എന്ന് വിചാരിക്കുക. സോ ഇഫ് ഇറ്റ് ഈസ് മേക്കിംഗ് സം കൈൻഡ് ഓഫ് നോയ്സ് ഇൻ എ പോയറ്റിക് വേ, വൺ ക്യാൻ സേ ദ കബേർഡ് ഗ്രോൺസ് വെൻ യു ഓപ്പൺ ഇറ്റ്. ഇപ്പോൾ കബേർഡ് ഗ്രോൺ ചെയ്തു എന്ന് പറയാം. ഇവിടെ ലീഫ് മൂവ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ലീവ്സ് ഡാൻസ് ചെയ്തു എന്ന് പറയുക. കബേർഡ് ശബ്ദം ഉണ്ടാക്കി, ഇറ്റ് മെയ്ഡ് എ കൈൻഡ് ഓഫ് വിയർഡ് നോയ്സ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് മെയ്ഡ് സം നോയ്സ് എന്ന് പറയുന്നതിന് പകരം ദ കബേർഡ് ഗ്രോൺസ് എന്ന് പറയാം. ഓർ യു ക്യാൻ സീ അനദർ എക്സാമ്പിൾ, ഐ വാണ്ടഡ് ടു ഗെറ്റ് ദ മണി ബട്ട് ദ ATM ഡൈഡ്. ATM ചത്തു. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ അല്ലെ, വാച്ച് മൂവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും മെസ്സേജ് വാച്ച് ചത്തു. സോ ഓൾ ദീസ് തിങ്സ് ആർ എ കൈൻഡ് ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ദാറ്റ് വി ആർ യൂസിങ്. നമ്മൾ ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മുടെ ഈ പറയുന്ന പോയറ്റിക് ആയിട്ടുള്ള ഡിവൈസസ് നമ്മുടെ ലൈഫിലും യൂസ് ചെയ്യാറുണ്ട്. ഇനി വരാൻ പോകുന്ന 1-2 പേര് അങ്ങനത്തെ ആൾക്കാരാണ്. യു മൈറ്റ് ഹാവ് ഡെഫിനറ്റ്ലി യൂസ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ഇൻ അവർ ഓൺ യൂഷ്വൽ ഡെയിലി ഡിസ്കോഴ്സസ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില പരസ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ക്ലോത്ത്സിൻ്റെയൊക്കെ പരസ്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു വാഷിംഗ് പൗഡറിൻ്റെ പരസ്യമാണെങ്കിൽ ക്ലോത്ത്സൊക്കെ ഇങ്ങനെ കണ്ണും മൂക്കൊക്കെയുള്ള ക്ലോത്ത്സ് വരുന്നു. എന്നിട്ട് അവരൊക്കെ ആകെ നിരാശപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് അവരുടെ ഉടമസ്ഥർ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻറ്റൊക്കെ ഭയങ്കര പുവറായിട്ടുള്ള ഡിറ്റർജൻറ്റാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അവരുടെ കളറൊക്കെ പോയി, അവർക്ക് വെണ്മയൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ആ നിറങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഒക്കെ പെട്ടെന്ന് വേറൊരു പുതിയൊരു വാഷിംഗ് പൗഡർ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ പരസ്യത്തിൽ പറയുന്ന വാഷിംഗ് പൗഡർ കൊണ്ടുവന്ന് ക്ലോത്ത്സിനെയൊക്കെ അങ്ങ് കുളിപ്പിച്ച് ഭംഗിയാക്കി എടുക്കുമ്പോൾ അവരൊക്കെ ഹാപ്പി ആയിട്ട് കബേർഡിൽ പോയിട്ട് സന്തോഷിച്ചിരിക്കുന്ന, അവിടെയൊക്കെ നമ്മൾ എന്താ കാണുന്നത്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസിനെയൊക്കെ ഷർട്ടും പാൻറ്റും ഈ പറയുന്ന ഫ്രോക്കും ഒക്കെ കണ്ണും മൂക്കൊക്കെ നമ്മുടെ സ്മൈലീസ് പോലെ തന്നെ അല്ലേ,
കണ്ണുമൂക്കൊക്കെ വരച്ചിട്ടുള്ള ഈ പറയുന്ന ആൾക്കാരായിട്ടത് മാറുന്നത് കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡിഷ് വാഷിൻ്റെ പരസ്യമാണെങ്കിലും പാത്രങ്ങൾ, അല്ലെങ്കിൽ കീടാണു, ബാക്ടീരിയാസ്, ഇവർക്കൊക്കെ ഹ്യൂമൻ ഇമോഷൻസ് കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആഡ്സിലൂടെയാണെങ്കിലും കീപ്പിംഗ് ആഡ്സ് അപ്പാർട്ട്, ഇൻ പോയട്രി വി ക്യാൻ സീ ദീസ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജസ് or these kinds of comparisons made in different poems. Considering Shelley's Ode to West Wind. Ode to West Wind എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ വളരെ മനോഹരമായിട്ട് ഡിസ്ട്രോയറും പ്രൊട്ടക്ടറും പ്രിസർവറും ആയിട്ടുള്ള ആ ഒരു ഹ്യൂമൻ പവറിനെ കാണിക്കാനായിട്ട്, എല്ലാം സംഹരിക്കുന്ന, എന്നാൽ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുകയും ചെയ്യുന്ന അല്ലേ, ആ ഒരു കഴിവുള്ളൊരു എൻറ്റിറ്റി ആയിട്ട് വിൻഡിനെ കാണിക്കുന്നത്. അവിടെ വിൻഡിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ്, ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് അവിടെ പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് വാട്ട് ആ തേർഡ് ഫിഗർ ഓഫ് സ്പീച്ചസ്, പേഴ്സോണിഫിക്കേഷൻ. പേഴ്സൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസിനെ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ. When the personal qualities are attributed to some inanimate objects, such or that figure of speech is called as personification. Personification metaphor തമ്മിലും വളരെ ചെറിയൊരു ഫസി ആയിട്ടുള്ളൊരു ലൈൻ മാത്രമേ ഉള്ളൂ. മെറ്റഫർ ഡെഫിനറ്റ്ലി കമ്പാരിസൺ ആണ്, ഇത് ഇന്നതാണെന്ന് പറയുകയാണ്. Personification കമ്പാരിസൺ തന്നെയാണ്, but this is the slight difference. Personification, it will compare things by attributing human qualities to it. കാറ്റിനെയൊക്കെ മനുഷ്യനായിട്ടും, അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ലീവ്സ് ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആംഗ്രി വേവ്സ്, മനുഷ്യൻ്റേതായിട്ടുള്ള വികാരങ്ങളെയും ഇമോഷൻസിനെയും ഒക്കെ ഇനാനിമേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ബെഞ്ചിനെയും ഡെസ്കിനെയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെയും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോത്ത്സിനും പ്ലേറ്റ്സിനും ഒക്കെ കൊടുത്തുകൊണ്ട് അവരിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. That is called as personification. And here we have such a wonderful poem written here by Emily Dickinson. Emily Dickinsonൻ്റെ Because I Could Not Stop for Death എന്നുള്ള പോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പോയത്തിൽ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. Because I could not stop for death, he kindly stopped for me. Just from the first line itself, we can see a very beautiful personification. Personification of what? Because I could not stop for death, he kindly stopped for me. ഡെത്തിന് വേണ്ടി എനിക്ക് കാത്തു നിൽക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി ഡെത്ത് വെയിറ്റ് ചെയ്തു, അവൻ വെയിറ്റ് ചെയ്തു. ഡെത്ത് എന്ന് പറയുന്ന ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഹ്യൂമൻ കോൺസെപ്റ്റിനെ, ആ ഒരു ഇന്നവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ്, അതിനെ അവൻ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. സോ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അല്ലേ. വി ഓൾ എക്സ്പീരിയൻസ് ദാറ്റ് കോൺസെപ്റ്റ് വൺസ് ഇൻ അവർ ലൈഫ്, ഡെഫിനറ്റ്ലി ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ ഒരു പുരുഷനായിട്ട്, അല്ലെങ്കിൽ ഈ കവിത വായിക്കുമ്പോൾ സ്പീക്കർ എമിലി ഡിക്കിൻസൺ അദ്ദേഹത്തിൻ്റെ ഒരു സ്യൂട്ടറായിട്ട്, ഒരു ലവറായിട്ട്, കമ്പാനിയനായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പേഴ്സണായിട്ട് മരണത്തെ മാറ്റുകയാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന എലമെൻ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു കമ്പാരിസനെ, ഫിഗർ ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. The carriage held but just ourselves and immortality. And he is coming in a carriage. നമ്മൾ ഈ പ്രിൻസൊക്കെ കുതിരപ്പുറത്ത് വരുന്നത് പോലെ ഇവിടെ കുതിരപ്പുറത്ത് ഒരു carriage-ആയിട്ട് വരുന്നത് ആരാണ്? മരണമാണ് വരുന്നത്. ആൻഡ് കൂടെ ഒരാളും കൂടിയുണ്ട്, അനശ്വരത, ഇമോർട്ടാലിറ്റിയും കൂടെ ഉണ്ട്. We slowly drove, he knew no haste, and I had put away my labor and my leisure too for his civility. We passed the school where children strove at recess in the ring. We passed the fields of gazing rain. We passed the setting sun, or rather he passed us. The dews drew quivering and chill for only gossamer my gown, my tippet only till. We paused before a house that seemed a swelling off the ground. The roof was scarcely visible, the cornice in the ground. Since then it is centuries and yet feels shorter than the day. I first surmised the horse heads were toward eternity. ഈ കവിതയുടെ ആ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ we can see that the speaker, she might be, it's not clearly stated by the speaker, by the poet,
Let's assume that she may be in her afterlife now when she is speaking. ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഷി മൈ ബി ഇൻ ഹെവൻ ഓർ സംവർ ലൈക്ക് ദാറ്റ്. അപ്പോൾ അവിടെ ആ ഒരു ആഫ്റ്റർ ലൈഫിൽ നിന്നുകൊണ്ട് അവളെ ആ മരണം, അവളുടെ ആ ഒരു ഓൾഡർ ആയിട്ടുള്ള ജീവനുള്ള ലൈഫിൽ നിന്നും മരണത്തിന് ശേഷമുള്ള അനശ്വരതയുടെ ലൈഫിലേക്ക് പോകുന്ന യാത്രയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഐഡിയ ഇവിടെ ഉണ്ടോ, അതെന്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ഹിയർ ഇൻ ദിസ് പോയം ഇമ്മോർട്ടാലിറ്റി ആൻഡ് ഡെത്ത് ഇസ് പേഴ്സോണിഫൈഡ്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു കാരേജിൽ ഒരു സ്യൂട്ടറായിട്ട് ഒരു ലവറായിട്ട് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. ആൻഡ് അലോങ് വിത്ത് ഇമ്മോർട്ടാലിറ്റി, ആ കാരേജിൽ ഞങ്ങൾ രണ്ടുമല്ല, രണ്ടുപേരെയും കൂടാതെ ഇമ്മോർട്ടാലിറ്റിയും കൂടിയുണ്ട്. സോ ഇമ്മോർട്ടാലിറ്റി ഓർ എറ്റേണിറ്റി, അനശ്വരതയെ എന്തായിട്ടാണ് അവിടെ സങ്കല്പിച്ചിരിക്കുന്നത്? ഒരു മനുഷ്യനായിട്ടൊരു കമ്പാനിയനായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. So these kinds of imagery, these kinds of concept or thought will enrich the meaning. How Emily Dickinson, she is known as a death poet. She has got this concept of death in abundance, or this concept throughout her poetry. So this love for death, we can see this death is personified as a human being, as a lover or as a suitor in this poem. അപ്പോൾ ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള ഒരു ഇമോഷനെ, പേഴ്സണലായിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ട് ഈ പറയുന്ന ഇനാനിമേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ, വെദർ ഇറ്റ് മേ ബി ലവ് ഓർ വെദർ ഇറ്റ് മേ ബി ആങ്കർ, ഇതിനെയൊക്കെ ഒരു മനുഷ്യനായി സങ്കല്പിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് വി മെൻഷൻ ഓ ടു വെസ്റ്റ് വിൻഡിൽ വിൻഡിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ്, ഒരു ഡിസ്ട്രോയർ ആസ് വെൽ ആസ് പ്രിസർവർ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ. ചിലപ്പോഴൊക്കെ നമ്മൾ യൂഷ്വൽ സ്പീച്ചിൽ, പർട്ടിക്കുലർലി വീട്ടിൽ അമ്മമാർ അല്ലെങ്കിൽ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ തന്നെയും ചില കാര്യങ്ങളെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു തവണ ഒരു കാര്യം പറഞ്ഞു, അത് റെഡി ആയില്ല, രണ്ടാമത്തെ തവണ പറഞ്ഞു, എന്നിട്ട് ആൾ കേട്ടില്ലെങ്കിലും മൂന്നാമത്തെ തവണ പറയുമ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ഡയലോഗാണ്, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ. ടെക്നിക്കലി സ്പീക്കിംഗ് 3 തവണ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബട്ട് സംസാരിക്കുമ്പോൾ പറച്ചില്ലത് 100 തവണയായിരിക്കും, ചിലപ്പോൾ 1000 തവണയായിരിക്കും, ചിലപ്പോൾ 16 മണിക്കൂർ എന്നൊക്കെയുള്ള ചില കണക്കുകളൊക്കെ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. നീ കുളിക്കാൻ പോയിട്ട് 16 മണിക്കൂറായി, അല്ലെങ്കിൽ നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്തില്ലെങ്കിൽ എന്നെ ഇന്ന ആൾ കൊല്ലും. ഇത്തരത്തിലുള്ള കുറേ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള ഡെയിലി ഡിസ്കോഴ്സസിൽ വരാറുണ്ട്. ഇത് പോയട്രിയിലും വരാറുണ്ട്. ഇങ്ങനെ എക്സാജുറേറ്റഡ് ആയിട്ട് പോയട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു പോയറ്റിക് ടെക്നിക്കിനെ ഓർ ഫിഗർ ഓഫ് സ്പീച്ചിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോൾ. ഹൈപ്പർബോൾ is a Greek term which means throw above or excess, അങ്ങ് കൂട്ടി പറയുക. And here I have a few examples for you from the daily discourse. നമുക്ക് സ്ഥിരം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. I have told you a million times, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലേ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. I am so hungry I could eat a horse, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. My dad will kill me when I comes home, എന്നാൾ കൊല്ലും, അച്ഛൻ കൊല്ലും അല്ലെങ്കിൽ അമ്മ കൊല്ലും, ഞാൻ അത് പ്ലേറ്റ് പൊട്ടിച്ചില്ലേ. He is running faster than the wind, ഒരാളുടെ ഓട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു വണ്ടി റൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ ടു ക്യാച്ച് ദ റീഡേഴ്സ് അറ്റൻഷൻ, വായനക്കാരൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനായിട്ടും ഇങ്ങനെയുള്ള ഹൈപ്പർബോൾസ് ഓർ ഫിഗർ ഓഫ് സ്പീച്ച്, ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഹൈപ്പർബോൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിസ്റ്ററിയിലെ ഒരു കറുത്ത അധ്യായമായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ് ജ്യൂസിൻ്റെ ആ ഒരു അവസ്ഥ, the pathetic plight or the abysmal plight of Jews in Nazi Germany. ആ ഒരു നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ ആ ഒരു ജൂഹൻ ടൈമിൽ അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു ഹോളോകോസ്റ്റ് ആൻഡ് ഓൾ ദോസ് കൈൻഡ്സ് ഓഫ് അട്രോസിറ്റീസ്, അതിനെടുത്ത് കാണിക്കുന്ന ഒരു W.H. Audenൻ്റെ പോമാണ് റെഫ്യൂജി ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കവിത. ആ കവിതയിൽ ഈ പറയുന്ന പോലുള്ള ഹൈപ്പർബോൾസ് ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മേജറായിട്ടുള്ള ഹൈപ്പർബോൾ എന്ന് പറയുന്നത് I am standing before a 1,000-storied building with 1,000 doors and 1,000 windows. ഇതുവരെ അങ്ങനൊരു
ബിൽഡിംഗ് പണിതിട്ടില്ല, ചിലപ്പോൾ ഇനി ഭാവിയിൽ പണിയുമായിരിക്കും. 1000 നിലകളുള്ള കെട്ടിടത്തിന് മുന്നിൽ 1000 വാതിലുകൾക്കും 1000 ജനാലകൾക്കും മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. സ്റ്റിൽ ഒരെണ്ണം പോലും എനിക്ക് മുന്നിൽ തുറന്നു തന്നില്ല എന്ന് പറയുന്ന ഒരു പത്തറ്റിക് ഫ്ലൈറ്റ്. അത്രമാത്രം അവർ ഏലിനേറ്റഡ് ആണ് ഈ ഒരു വേൾഡിൽ. ദാറ്റ് കമ്മ്യൂണിറ്റി, ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഈസ് ഏലിനേറ്റഡ് ഇൻ ദിസ് വേൾഡ് എന്നുള്ള ഒരു നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ബിറ്റർ എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കാനായിട്ടാണ് ആ ഒരു പോയട്രിയിൽ, ആ ഒരു പോയത്തിൽ അങ്ങനെ ഒരു ഹൈപ്പർബോൾ യൂസ് ചെയ്തിട്ടുള്ളത്. 1000 നിലകളുള്ള കെട്ടിടത്തിന് മുന്നിൽ ഒരു വാതിൽ പോലും, ഇത്രയധികം വാതിലുകളുണ്ട്, ഒന്നുപോലും എനിക്ക് തുറന്നു കിട്ടിയില്ല എന്നുള്ള ആ ഒരു ജൂവിൻ്റെ, ആ ഒരു റെഫ്യൂജി ജൂവിൻ്റെ അവസ്ഥ പറയുന്ന ആ ഒരു പോയം. ആൻഡ് ഓർഡറിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കവിതയുണ്ട്, ആസ് ഐ വാക്ക്ഡ് വൺ ഈവനിങ് എന്നുള്ള ഒരു പോയം. I love you dear, I love you, till China and Africa meet, and the river jumps over the mountain, and the salmon sing in the street. I love you till the ocean is folded and hung up dry. What a hyperbole he had used to show his love towards his beloved. അല്ലേ? റോബർട്ട് ബേൺസിൻ്റെ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു കവിതയാണ് ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്നുള്ള ആ ഒരു പോയം. റോബർട്ട് ബേൺസ് ഈസ് എ സെലിബ്രേറ്റഡ് സ്കോട്ടിഷ് പോയറ്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രം കവിതയിലത്തെ ഒന്ന് പറയാം, ഹൈപ്പർബോൾ വരുന്ന ഒരു ഭാഗം കേട്ടോ. So fair art thou my bonny lass, so deep in love am I, and I will love thee still my dear, till all the sea gang dry. Till all the seas gang dry my dear, and the rocks melt with the sun, I will love thee still my dear, while the sands of life shall run. ഈ പാറയൊക്കെ സൂര്യൻ്റെ ആ ഒരു താപത്തിൽ, ചൂടിൽ ഉരുകുന്നത് വരെ നിന്നെ ഞാൻ സ്നേഹിക്കും. ഈ കടലുകളൊക്കെ, സീസ് എല്ലാം വറ്റുന്നത് വരെ നിന്നെ ഞാൻ സ്നേഹിക്കും. എൻ്റെ പ്രണയം അത്രമാത്രം തീവ്രമാണെന്ന് കാണിക്കാൻ ഇത്രയും പ്രണയിച്ചിട്ടുള്ള വേറൊരാൾ ഉണ്ടാവില്ല എന്ന് തോന്നി കവിത വായിക്കുമ്പോഴത്തേക്കും, അല്ലെ? അത്രയും ഡീപ്പറായിട്ടാണ്, അത്രയും എക്സാജുറേറ്റഡ് ആയിട്ടാണ് ഈ ഒരു കവിതയിൽ പ്രണയിനിയോട് സംസാരിക്കുന്നത് ആ ഒരു സ്പീക്കർ. സോ ഇങ്ങനെ ആ ഒരു ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഇമോഷനെ കാണിക്കാനായിട്ട് റീഡറിൻ്റെ അറ്റൻഷൻ, ഹൗ ഫാർ ദിസ് പേഴ്സൺ ഈസ് ഫീലിംഗ് ടുവേർഡ്സ് ദ അതർ വൺ എന്ന് കാണിക്കാനായിട്ട്, ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനായിട്ട്, നിൻ്റെ പ്രണയമൊന്നുമല്ല, എൻ്റെ പ്രണയം നോക്കൂ, ദിസ് ഇസ് ഇന്നതൊക്കെയാണ്, അതായത് ഇത്രമാത്രം പ്രകൃതിയിൽ സംഭവിക്കുന്നിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കും. അപ്പോൾ കടലുകളൊക്കെ വറ്റാന്ന് വെച്ചാൽ എത്ര കാലം വേണ്ടി വരും, അത്ര കാലം ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയുന്നത് ഒട്ടും സ്വാഭാവികമല്ലാത്തൊരു കാര്യമാണ്, അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിലൂടെ ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രതയെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. And this particular technique or the device or the way of expressing things or enriching meaning, that is called as hyperbole. And you have yet another exercise to go through, that is Langston Hughes-ന്റെ As I Grew Older എന്ന് പറയുന്ന ഒരു പോയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. It was a long time ago, I have almost forgotten my dream, but it was there then in front of me, bright like a sun, my dream, and then the wall rose slowly, slowly between me and my dream. Rose until it touched the sky, the wall, shadow. I am black, I lie down in the shadow, no longer the light of my dream before me, above me, only the thick wall, only the shadow. My hands, my dark hands, break through the wall, find my dream. Help me to shatter this darkness, to smash this night, to break this shadow into 1,000 lights of sun, into 1,000 whirling dreams of sun. Just go through the poem. എങ്ങനെയാണ് ആ പോയത്തിൽ ഹൈപ്പർബോൾ എന്ന് പറയുന്ന ഈ പറയുന്ന എക്സാജുറേഷൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സിമിലി ആൻഡ് മെറ്റഫറിൻ്റെ ചെറിയൊരു റിവിഷൻ നമ്മളൊന്ന് നടത്തി നോക്കി. ആൻഡ് ദ ടു more or two new figures of speech, that is personification and hyperbole. Personification എന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സണൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്വാളിറ്റീസിനെ ഇനാനിമേറ്റ് ആയിട്ടുള്ള, ജീവനില്ലാത്ത, നിർജീവമായിട്ടുള്ള, ഓക്കെ, ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച്, ദാറ്റ് ഈസ് കോൾഡ് ആസ് personification. The personal qualities or the human beings, qualities of the human being, it is attributed to an inanimate object.
And the next one was hyperbole, where we can see a sort of exaggeration. It is used to show the contrast or to catch the attention of the reader. പറയുന്ന പോലെ 1000 തവണ പറഞ്ഞില്ലേ, 100 തവണ പറഞ്ഞില്ലേ, ടൺ കണക്കിന് ഫൺ എന്നൊക്കെയുള്ള കുറേ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ടേം. പക്ഷെ അതിലൂടെ കൊടുക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ആ ഒരു കോൺട്രാസ്റ്റ് കാണിച്ചിട്ടൊക്കെ ദിസ് ഇസ് ബെസ്റ്റ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ക്യാച്ച് ചെയ്യാൻ, അറ്റൻഷൻ ക്യാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് പോയട്രിയിൽ. സോ ഗോ ത്രൂ ദ ചാപ്റ്റർ, read well, take few more examples from our daily discourse or from other poems. You can refer many film songs, many famous film songs to find out the different sorts of comparisons. പല ഒരുപാട് സിനിമാ ഗാനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സിമിലീസും മെറ്റഫേഴ്സൊക്കെ യൂസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പല പഴയ മലയാളം സോങ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഈ പറയുന്ന ആലങ്കാരിക ഭാഷകളിലൂടെ പ്രണയത്തെയും വിരഹത്തെയും ആ ഒരു നഷ്ടത്തെയും നഷ്ടബോധത്തെയും ഒക്കെ കാണിക്കുന്ന ഒത്തിരി കവിതകളും ഗാനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. Particularly we can go through a lot of poems in our future classes. Till then, all of you take care, be safe.